Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്തിട്ട് 2024 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി കേരളത്തിലെ അലൈഡ് കോഴ്സുകളുടെ ലാസ്റ്റ് റൗണ്ടായ സ്ട്രേ വേക്കൻസിയിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. ഈ അലോട്ട്മെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അലൈഡ് സെക്ടറിൽ വരുന്ന വിവിധ പ്രോഗ്രാമുകൾ, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പോലെയുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഇത് വർഷത്തെ 2024 ഫസ്റ്റും സെക്കൻഡും തേർഡ് അലോട്ട്മെൻറ്റുകളിൽ കംപ്ലീറ്റ് ചെയ്യാതെ നിൽക്കുന്ന മുഴുവൻ സീറ്റുകളിലേക്കും അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് റൗണ്ടാണ് സ്ട്രേ വേക്കൻസി. ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുക? കേരളയുടെ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്ത പോയ വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. ഒരു അഡ്മിഷൻ ലഭിക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഇനി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസിയിൽ കൺസിഡർ ചെയ്യില്ല. ഇതിനോടൊപ്പം കേരളയുടെ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകളിൽ ഫസ്റ്റ് റൗണ്ടിൽ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 31 അലൈഡ് കോഴ്സുകളിലെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനുള്ള ഒരു അവസരം എൻട്രൻസ് കമ്മീഷൻ നൽകിയിരുന്നു. ആ അവസരം പ്രയോജനപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. അങ്ങനെ ഈ കേരളത്തിലെ അലൈഡ് കോഴ്സുകളിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത് ഇതുവരെ ഒരു സീറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ലാസ്റ്റ് എനിക്ക് ആയുഷിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹോമിയോയുടെയും ആയുർവേദത്തിൻ്റെയും സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുമൊക്കെ രജിസ്റ്റർ ചെയ്ത് ലാസ്റ്റ് ഈ സ്ട്രേ വേക്കൻസിയിലേക്ക് പങ്കെടുക്കാൻ കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. നമുക്ക് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സ്ട്രേ വേക്കൻസിയുടെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 6 നൈറ്റ് 11:59 PM വരെ മാത്രമാണ്. അങ്ങനെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 7th പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൽ നമുക്കറിയാൻ സാധിക്കും നമുക്ക് ഏത് കോഴ്സാണ്, ക്യാമ്പസാണ് ലഭിച്ചിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുക. ആ കറക്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആയിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ഫൈനൽ അലോട്ട്മെൻറ്റിൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നാം കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഈ സ്ട്രേ വേക്കൻസിയിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് എടുക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ചുള്ള ഫൈനും മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് എൻട്രൻസ് കമ്മീഷണർ ചുമത്തുന്ന ഏതെങ്കിലും പണിഷ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വിധേയരാകാൻ ബാധ്യസ്ഥരായി മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 2024 ഒരു നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് വിവിധ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകളിലൂടെ ഓൾ ഇന്ത്യയിലൂടെ, കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ, വെറ്റിനറി കൗൺസിലിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ, ആയുഷിൻ്റെ കൗൺസിലിങ്ങിലൂടെ, ഇങ്ങനെ വിവിധ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ ഇതുവരെ നടന്ന എല്ലാ അലോട്ട്മെൻറ്റുകളുടെയും ഫൈനൽ സ്റ്റേജാണ് സ്ട്രേ വേക്കൻസി. അങ്ങനെ കേരളത്തിലെ അലൈഡ് കോഴ്സുകളിൽ നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ അലൈഡ് കോഴ്സുകളുടെ 15% സീറ്റും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. ബാക്കി വരുന്ന 85% സീറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷൻ ഫില്ല് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു. നവംബർ 6 മുമ്പായി എല്ലാ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഒരു സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു സീറ്റ് ഇനി ഉള്ളതിൽ നിന്നും എനിക്കൊരു സീറ്റ് പഠിക്കുമെന്ന് ആഗ്രഹിക്കുന്ന സീറ്റുകളിലേക്ക്, ആഗ്രഹിക്കാത്തൊരു സീറ്റിലേക്ക് ഒരിക്കലും ഓപ്ഷൻ കൊടുക്കാൻ പാടില്ല. സീറ്റ് മെട്രിക്സുകൾ നോക്കി ഇനി ഏതൊക്കെ ക്യാമ്പസുകളിൽ ഏതൊക്കെ കോഴ്സിനാണ് സീറ്റുകൾ ഒഴിവുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻസ് കൊടുക്കുക. കൃത്യമായി അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുക. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് കൃത്യമായി മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഫൈനൽ അലോട്ട്മെൻറ്റിൽ നമുക്കൊരു ക്യാമ്പസ് നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഡേറ്റ കാർഡും മെമ്മോ കാർഡും പ്രിൻ്റ് ഔട്ട് എടുത്ത് കോളേജുകളിൽ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങുക. ഇതിനോടൊപ്പം തന്നെ 2024 നീറ്റ് എക്സാമിനേഷനിലും അലൈഡ് കോഴ്സുകളിലും കൃത്യമായി പങ്കെടുത്തിട്ടും ഒരു ക്യാമ്പസ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കാതെ പകരം 2025 എൻ്റേതാക്കി മാറ്റും, ഏറ്റവും മികച്ച ക്യാമ്പസിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ 2025 എക്സാമിനേഷനായി ഒരുങ്ങി തുടങ്ങുക, നന്നായി പഠിക്കുക.
അങ്ങനെ നിങ്ങളെ വിജയിപ്പിക്കാൻ 2025 എക്സാമിനേഷനിൽ ഏറ്റവും നല്ല വിജയിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏറ്റവും മികച്ച ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. അതിനോടൊപ്പം എൻട്രൻസ് മേഖലയിലെ, എക്സാമിനേഷൻ മേഖലയിലെ, അഡ്മിഷൻ പ്രൊസീജിയർ മേഖലയിലെ, പഠന മേഖലയിലെ ഏതുമാകട്ടെ ഓരോ അവസരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.